ഒരു കുറുക്കൻ ഭക്ഷണം തേടി അലഞ്ഞു നടക്കുകയായിരുന്നു. 2 ദിവസമായി മതിയായ ഭക്ഷണം കിട്ടാത്തതിനാൽ അവന് വളരെ വിശപ്പായിരുന്നു. അപ്പോൾ അവന്റെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചു. അടുത്തിടെ രാജു എന്ന ഒരു കർഷകനു വലിയൊരു കരിമ്പ് വയലുണ്ടായിരുന്നു. കരിമ്പുകൾ പൂർണ്ണമായി വളർന്നപ്പോൾ ആരും അതിനെ നശിപ്പിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യാതിരിക്കാനായി അവൻ വയൽ സുരക്ഷിതമായി വേലികെട്ടി. കൂടാതെ വയൽ കാത്തു സൂക്ഷിക്കാൻ അവൻ ഉയർന്ന ഒരു മച്ചാനിൽ താമസിക്കുകയും ചെയ്തു. ഒരു ദിവസം അവൻ തന്റെ മച്ചാനിലിരിക്കുമ്പോൾ ചതിയനായ കുറുക്കൻ അവന്റെ അടുത്തെത്തി. കുറുക്കൻ പറഞ്ഞു, "രാജു, ഇന്നു രാത്രി എന്തോ സംഭവിക്കാൻ പോകുന്നു. കാട്ടിൽ ഒരു വലിയ ആന ഉണ്ടെന്നറിയാമല്ലോ. ആ ആന നിങ്ങളുടെ കരിമ്പ് വയലിനെ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നു. അതിനാൽ വില്ലും അമ്പും തയ്യാറാക്കി ജാഗ്രതയോടെ ഇരിക്കണം." രാജു വളരെ ആശങ്കപ്പെട്ടു. അവന്റെ കഠിനാധ്വാനവും നല്ല വളവും കൊണ്ട് കരിമ്പുകൾ വളരെ നന്നായി വളർന്നിരുന്നു. ആന അതിനെ ആക്രമിച്ചാൽ അവന്റെ മുഴുവൻ പരിശ്രമവും നഷ്ടമായേനെ. അതിനാൽ അവൻ ജാഗ്രതയോടെ ഇരിക്കാൻ തീരുമാനിച്ചു. അവൻ വില്ലും അമ്പും എടുത്ത് വൃത്തിയാക്കി. അന്നിറാവ് അവൻ നേരത്തെ ഭക്ഷണം കഴിച്ച് ആന വരുമെന്ന പ്രതീക്ഷയിൽ കാത്തുനിന്നു. രാജുവിന്റെ സ്ഥലത്തുനിന്ന് കുറുക്കൻ നേരെ ആന ഒളിച്ചിരുന്ന സ്ഥലത്തേക്ക് പോയി. കുളത്തിനരികിൽ ആന നിലത്ത് കുനിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു. കുറുക്കൻ മാന്യമായ അകലത്തിൽ നിന്നുകൊണ്ട് ആനയോട് പറഞ്ഞു, "കാട്ടിലെ എന്റെ മഹാശക്തനായ മാമനെ, ഇന്ന കാലത്ത് നിങ്ങൾക്ക് വയറ് നിറയ്ക്കാൻ മതിയായ ഭക്ഷണം കിട്ടുന്നില്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ സസ്യഭോജിയാണ്." "നീ പറഞ്ഞത് ശരിയാണ് എന്റെ സുഹൃത്തേ," ആന മറുപടി പറഞ്ഞു. "എനിക്ക് എല്ലാ സസ്യങ്ങളും തിന്നാൻ കഴിയില്ല. ഭക്ഷണം കണ്ടെത്താൻ കാടുകളിൽ നിന്ന് കാടുകളിലേക്ക് പോകേണ്ടി വരുന്നു. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചില ദിവസങ്ങളിൽ ഭക്ഷണം കിട്ടാതെയും പോകാറുണ്ട്. ഈ കാട് കുറച്ചെങ്കിലും നല്ലതാണ്." പക്ഷേ ആന ഒരു ദീർഘനിശ്വാസം വിട്ടു. "മാമാ, ഞാനൊരു നല്ല വാർത്ത അറിയിക്കാനാണ് വന്നിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ള വിരുന്ന് നിങ്ങൾക്ക് കിട്ടും." "ആഹാ, അതെന്താണ്? എവിടെയാണ് ആ വിരുന്ന്?" ആന ചോദിച്ചു. "രാജന് വലിയൊരു കരിമ്പ് വയലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളത് കണ്ടിട്ടുണ്ടാകാം. ഈ കുന്നിന്റെ അടിവാരത്തിലാണത്. അവൻ നാളെ കരിമ്പ് മുറിക്കാൻ പോകുകയാണ്. അവ മുഴുവൻ വളർന്ന് തയ്യാറായിട്ടുണ്ട്. ഇപ്പോഴാണ് അവ തിന്നാൻ ഏറ്റവും ശരിയായ സമയം. അവൻ വേലി കെട്ടിയിട്ടുണ്ടെങ്കിലും അത് നിങ്ങളെപ്പോലൊരു ശക്തനായ ആനയ്ക്ക് ഒരു തടസ്സവുമല്ല. അതിനാൽ ഇന്നത്തെ അർദ്ധരാത്രിയിൽ രാജു ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ അവിടെ പോയി മനസ്സു നിറഞ്ഞ് കരിമ്പ് തിന്നാം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്." "ഈ വിവരം പറഞ്ഞതിന് വളരെ നന്ദി. ഞാൻ അർദ്ധരാത്രിയിൽ തന്നെ ആ വയലിൽ കയറും," ആന പറഞ്ഞു. "അതെ, അതാണ് ഏറ്റവും നല്ല സമയം. രാജു ഉറങ്ങുമ്പോൾ ഗാഢമായി ഉറങ്ങും. അതിനാൽ നിങ്ങൾക്ക് യാതൊരു അപകടവുമില്ല," എന്നു പറഞ്ഞ് കുറുക്കൻ കുന്നിൽ നിന്ന് താഴേക്കിറങ്ങി. അവൻ കരിമ്പ് വയലിന്റെ അതിരിലെ ഒരു ഒറ്റമരത്തിനരികിലെത്തി. അവിടെ രാജു ഉണ്ടായിരുന്നു. കുറുക്കൻ അവന്റെ അടുത്തെത്തി ചോദിച്ചു, "നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്?" "പ്രത്യേകിച്ചൊന്നുമില്ല. ആനയെ ഏതു സ്ഥലത്തുനിന്ന് അമ്പെയ്താൽ ശരിയാകുമെന്ന് നോക്കുകയാണ്," രാജു മറുപടി പറഞ്ഞു. "ഞാൻ അതേ കാര്യം പറയാനായിരുന്നു വന്നത്," കുറുക്കൻ പറഞ്ഞു. "കരിമ്പ് വയലിന്റെ അതിരിൽ ഒരു ഒറ്റമരം കാണുന്നുണ്ടോ? അവിടെയാണ് അമ്പെയ്യാൻ ഏറ്റവും നല്ല സ്ഥലം. നിങ്ങൾ ആ മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കാം. അപ്പോൾ ആന നിങ്ങളെ കാണില്ല." ഇത് പറഞ്ഞ ശേഷം കുറുക്കൻ അവിടെ നിന്ന് നീങ്ങി. അടുത്തുള്ള മരത്തിനരികിലേക്ക് അവൻ പോയി. ആ മരത്തിന്റെ അടിയിലെ ഒരു തുരങ്കത്തിൽ ഒരു പാമ്പ് താമസിച്ചിരുന്നതായിരുന്നു. കുറുക്കൻ ആ തുരങ്കത്തിനരികിൽ ചെന്നു പാമ്പിനെ വിളിച്ചു. പാമ്പ് പുറത്തു വന്നു. "എന്റെ പ്രിയ സഹോദരാ," കുറുക്കൻ പറഞ്ഞു, "നിങ്ങൾക്ക് വലിയൊരു അപകടം വരാനിരിക്കുകയാണ്. രാജുനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?" "അതെ, കണ്ടിട്ടുണ്ട്." "ഈ കരിമ്പ് വയലിന്റെ ഉടമയായ കർഷകനല്ലേ?" പാമ്പ് ചോദിച്ചു. "അതെ, പക്ഷെ അവൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഈ ലോകത്തിൽ നിന്ന് മുഴുവൻ ഇല്ലാതാക്കാൻ പോകുകയാണ്. നിങ്ങളിവിടെ താമസിക്കുന്നതും നിങ്ങൾ വളരെ വിഷമുള്ളവനാണെന്നും ഒരു കടിയാൽ ആരെയും കൊല്ലാമെന്നും അവൻ അറിഞ്ഞിരിക്കുന്നു." "അത് ശരിയാണോ? എന്നാൽ ഞാൻ എന്തു ചെയ്യണം കുറുക്കാ സഹോദരാ? ദയവായി എനിക്ക് ഉപദേശം തരൂ. നിങ്ങൾ വളരെ ബുദ്ധിമാനാണ്. ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വലിയ ദുരിതമാകും. കുഞ്ഞുങ്ങൾക്കിപ്പോഴും തങ്ങളെത്തന്നെ നോക്കാൻ കഴിയില്ല. എന്റെ മരണവാർത്ത കേട്ടാൽ എന്റെ ഭാര്യയും ദുഃഖത്തിൽ മരിക്കും.
ദയവായി ഒരു വഴി കാണിച്ചു തരൂ, പാമ്പ് അപേക്ഷിച്ചു. അതിന് ഏറ്റവും നല്ല മാർഗം രാജുനെ ആദ്യം കൊല്ലുന്നതാണ്, കുറുക്കൻ പറഞ്ഞു. അർദ്ധരാത്രിയിൽ അവൻ ഈ വഴിയിലൂടെ വരും. ചിലപ്പോൾ ഈ മരത്തിനരികിൽ നിന്നു തന്റെ കരിമ്പ് സുരക്ഷിതമാണോ എന്ന് നോക്കും. അപ്പോൾ തന്നെ നീ പോയി അവനെ കഴിക്കണം. ഒരിക്കലല്ല, 4-5 പ്രാവശ്യം. നിന്റെ വിഷം അത്ര ശക്തമാണ്, അവൻ ഉടനെ തന്നെ മരിക്കും. ഇത് പറഞ്ഞ ശേഷം കുറുക്കൻ അവനോട് വിട പറഞ്ഞു. വിജയാശംസകൾ നേർന്നു സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. തന്റെ പദ്ധതി വിജയിക്കും എന്നുറപ്പായിരുന്നു. അടുത്ത ദിവസം മുതൽ അവന് ധാരാളം ഭക്ഷണം ലഭിക്കും. വലിയ ആനയുടെ മാംസം അവൻ 1 മാസം പോരുകയും രാജന്റെ മാംസം കുറഞ്ഞത് 15 ദിവസത്തേക്കെങ്കിലും മതിയാവുകയും ചെയ്യും എന്ന് അവൻ കരുതി. രാത്രി ആന കരിമ്പ് വയലിലേക്ക് കയറി. വേലി അവനു യാതൊരു തടസ്സവുമല്ലായിരുന്നു. രാജു തന്റെ നിരീക്ഷണ സ്ഥാനത്ത് നിന്ന് അത് കണ്ടു. അവൻ വില്ലും അമ്പുമെടുത്ത് ആനയെ ലക്ഷ്യമിട്ടു. അവൻ 3 അമ്പുകളെയ്തു. അവൻ മികച്ച വില്ലാളിയായിരുന്നു. 3 അമ്പുകളും ആനയുടെ ദുർബല ഭാഗങ്ങളിൽ കൃത്യമായി തട്ടിയിറങ്ങി. അതേസമയം രാജന്റെ കാൽമുട്ടിനരികിൽ ആരോ കടിച്ചതുപോലെ ശക്തമായ വേദന തോന്നി. ഒരിക്കലല്ല, 3-4 പ്രാവശ്യം. അവൻ താഴേക്ക് നോക്കിയപ്പോൾ ഒരു പാമ്പ് വേഗത്തിൽ നീങ്ങി പോകുന്നത് കണ്ടു. ഉടൻ അവൻ അതിനെ മുഴുവൻ ശക്തിയോടെ ചവിട്ടിക്കൊന്നു. പാമ്പ് ഉടൻ തന്നെ മരിച്ചു. എന്നാൽ അപ്പോഴേക്കും രാജന്റെ കയ്യിൽ നിന്നു വില്ലും അമ്പും താഴെ വീണു. അവനും വിഷത്തിന്റെ ഫലമായി മരിച്ചു വീണു. ഇതെല്ലാം ദൂരത്തുനിന്ന് കണ്ടിരുന്ന കുറുക്കൻ പതുക്കെ രാജന്റെ മൃതദേഹത്തിനരികിലേക്കെത്തി. ഇരുട്ടായിരുന്നെങ്കിലും അവൻ അവന്റെ പക്കൽ കിടന്നിരുന്ന വില്ല് കണ്ടു. വില്ലിൽ ചില രക്തക്കറകളുണ്ടായിരുന്നു. വലിയ വിരുന്ന് തുടങ്ങുന്നതിനു മുമ്പ് അവൻ ആദ്യം അത് നക്കാൻ തീരുമാനിച്ചു. പക്ഷേ നക്കുന്നതിനിടെ അവന്റെ പല്ല് വില്ലിന്റെ ചരടിൽ തട്ടിയപ്പോൾ അത് പൊട്ടിപ്പോയി. ചരട് വില്ലിന്റെ ഇരുവശത്തും വളരെ ശക്തിയായി കെട്ടിയിരുന്നതിനാൽ അതിന്റെ ആഘാതത്തിൽ വില്ല് ശക്തിയായി തിരിച്ചടിച്ചു. വില്ലിന്റെ ഒരു അറ്റം കുറുക്കന്റെ വായ്ക്കുള്ളിലേക്ക് കയറി അതിനെ 2ആയി കീറി. അങ്ങനെ ചതിയനായ കുറുക്കന്റെയും അന്ത്യം സംഭവിച്ചു.